ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ RRB ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വരാൻ ആയിട്ട് പോവുകയാണ്. 2026 നോട്ടിഫിക്കേഷൻ ഈ വരുന്ന ജൂൺ 30 നിങ്ങളുടെ അപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് തൊട്ട് മുന്നേ 29-നോ 28-നോ ഒക്കെ ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലെ ഒരു പർട്ടിക്കുലർ പോസ്റ്റിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നോട്ടിഫിക്കേഷൻ്റെ ഈ ഡീറ്റെയിൽസ് നമ്മുടെ ഇൻഡിക്കേറ്റീവ് നോട്ടീസ് ഒക്കെ പുറത്ത് വന്നു, വാക്കൻസീസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ അതിന് താഴെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കമൻറ്റാണ് കഴിഞ്ഞ വർഷങ്ങളിൽ 2024-ലും 2025-ലും ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഉണ്ടായിരുന്നു. ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് +2 കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതായത് ഇതിൻ്റെ യോഗ്യതയിൽ +2 ആണുള്ളത്. ബാക്കി ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ എല്ലാ ബാക്കി പോസ്റ്റുകൾക്കും ITI നിർബന്ധമാണ്. എന്നാൽ ഇതിന് +2 മതി. അപ്പോൾ ആ പോസ്റ്റിനെ പറ്റിയിട്ടും അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടും അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം +2 കഴിഞ്ഞാൽ +2 ഫിസിക്സും മാത്സും സയൻസും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കാണ് ഇവിടെ സാധ്യതയുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ലെവൽ 2 തസ്തിക. അതിലെ +2 കഴിഞ്ഞവർക്ക് ഉള്ള അവസരത്തെ പറ്റിയിട്ടും അതിൻ്റെ ജോലി സാധ്യതകളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ യോഗ്യതകൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാൻ സാധിക്കും. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എല്ലാ പോസ്റ്റുകളുടെയും പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള UR EWS കാൻഡിഡേറ്റ്സ്. അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറിക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ EWSകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് വരുന്നത്. ഇനി അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിലോ OBC NCLകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം കൂടെ റിലാക്സേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ 18 തൊട്ട് 33 ആവും. നിങ്ങൾ SC STക്കാരാണെങ്കിൽ 5 വർഷം കൂടെ ഇത് റിലാക്സേഷൻ കിട്ടും. 18 മുതൽ 35 വയസ്സ് വരെയുള്ള SC ST കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ടും സംശയം വരും, +2 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ശരിക്കും ക്വാളിഫിക്കേഷൻ? +2 10ാം ക്ലാസ് കഴിഞ്ഞ് +2 എടുക്കുക വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള +2 കോഴ്സിൽ നിങ്ങൾ ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 SNT സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ വർഷം കാറ്റഗറി നമ്പർ 15 ആയിരുന്നു ഈ ഒരു പോസ്റ്റിന്റെ. ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് കാറ്റഗറി നമ്പറും എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ 24-ലെയും 25-ലെയും ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ പ്രായപരിധി കണ്ടു, വിദ്യാഭ്യാസ യോഗ്യത കണ്ടു. അടുത്ത ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. പല കുട്ടികളും ഇപ്പോൾ റെയിൽവേയുടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾക്ക് സംശയം വരും എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെയിൽവേയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പല സ്ഥലങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ. റെയിൽവേ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഓടിക്കുന്ന ആൾ, അത് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാണ്. ഗുഡ്സ് ട്രെയിൻ മാനേജർ അല്ലെങ്കിൽ ട്രെയിൻസ് മാനേജർ, അത് റെയിൽവേയുടെ ഭാഗമാണ്. ടിക്കറ്റ് കളക്ടർ റെയിൽവേയുടെ ഭാഗമാണ്. സ്റ്റേഷൻ മാസ്റ്റർ റെയിൽവേയുടെ ഭാഗമാണ്. ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ സിഗ്നൽ കറക്റ്റായിട്ട് നോക്കുന്ന ആളുകൾ, ഇതെല്ലാം റെയിൽവേയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ഓരോ ജോലി, ചില ജോലികൾക്ക് ഓഫീസ് സ്വഭാവമുള്ളവയാണ്, ചില ജോലികൾക്ക് ഫീൽഡ് വർക്ക് ആവശ്യമുള്ളവയാണ്. ഈ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ആ ജോലി അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് റെയിൽവേ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിർണ്ണയിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോസ്റ്റിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B1 ആണ്. അപ്പോൾ എന്താണ് B1നെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഞാൻ അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റിക്കൊണ്ട് A to Z കാര്യങ്ങളെല്ലാം ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവലിനെ വെച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തും. അപ്പോൾ B1 എന്ന് പറഞ്ഞാൽ കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇനി സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തന്നെ പവർ പ്രശ്നമാണ് പല പോസ്റ്റുകൾക്കും. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ, സെക്ഷൻ കൺട്രോളർ പോലുള്ള പോസ്റ്റുകൾക്കൊക്കെ അത് പ്രശ്നമാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് ഇത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 നമ്മുടെ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോലെയോ സ്റ്റേഷൻ മാസ്റ്റർ പോലെയോ സെക്ഷൻ കൺട്രോളർ പോലെയോ മെഡിക്കലി അത്ര കണ്ട് കട്ടിയല്ല, കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുവിധപ്പെട്ട കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോസ്റ്റാണ്. അഗെയിൻ ഇവിടെ കളർ ബ്ലൈൻഡ്നെസ്, അതുപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതുപോലെ തന്നെ മെസോപ്പിക് വിഷൻ, മയോപ്പിക് വിഷൻ തുടങ്ങിയ സംഭവങ്ങളെല്ലാം പക്കയായിരിക്കണം. കാരണം എന്താണ്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങളുടെ വർക്കിന്റെ നേച്ചർ എന്ന് പറയുന്നത് സിഗ്നലും ടെലികമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സിഗ്നൽ കണ്ടാൽ മനസ്സിലാവണം അല്ലേ, ചുവപ്പയാണോ പച്ചയാണോ മഞ്ഞയാണോ എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയിൽ VI/HI കാറ്റഗറി ഉള്ള ആളുകൾക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. PWBD കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള ആളുകൾക്കൊന്നും ഈ പറയുന്ന ജോലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല.
ഫീൽഡ് വർക്ക് ഉള്ളത് കൊണ്ടായിരിക്കണം. നേരെ മറിച്ച് 1 ലെഗ്, അതുപോലെ തന്നെ ലെപ്രസി ക്യൂവേർഡ്, ഡ്വാർഫിസം, ആസിഡ് അറ്റാക്ക് വിക്ടിം, സ്പൈനൽ ഡിഫോമിറ്റി, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം, ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കെല്ലാം ഈ പറയുന്ന പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? 1 ലെഗ്, ലെപ്രസി ക്യൂവേർഡ്, ഡ്വാർഫിസം, ആസിഡ് അറ്റാക്ക് വിക്ടിംസ്, സ്പൈനൽ ഡിഫോമിറ്റി ഉള്ള ആളുകൾക്കെല്ലാം ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻസ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി കാണുമല്ലോ. ഇനി ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് എത്രയാണ് ഫീസ്? 500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇപ്പോൾ കേരള PSC നിങ്ങൾക്ക് ഫീസ് ഇല്ല, മറ്റ് പല കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഇത്ര കണ്ട് ഫീസ് ഇല്ല. ഈ 500 രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പരീക്ഷയുടെ 1ാം ഘട്ടം എഴുതി കഴിഞ്ഞാൽ ഇതിൽ 400 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ തിരിച്ചു കയറും. അപ്പോൾ പരീക്ഷ അപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ്. പരീക്ഷ എഴുതിയ മാത്രമേ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ കയറും? 500 രൂപ കയറും. 400 രൂപ തിരിച്ചു കയറും. 100 രൂപ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ഈടാക്കുന്നത്. ഇനി അതിൽ തന്നെ ഫീസ് എക്സംഷൻ ഉള്ള കാറ്റഗറിക്കാരുണ്ട്. ഫോർ കാൻഡിഡേറ്റ്സ് ഹു ബിലോങ് ടു SC കാർക്ക് ഫീ എത്രയില്ല. ST, എക്സ് സർവീസ്മാൻ, PWBD, ഫീമെയിൽസ് ആണെങ്കിൽ, ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ, മൈനോറിറ്റീസ് ആണെങ്കിൽ, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിൽപ്പെട്ട ആളുകളാണെങ്കിൽ 250 രൂപ അടച്ചാൽ മതി. 250 രൂപ അടച്ചാൽ മതി. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 250 രൂപയും തിരിച്ചു കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഫീസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പരീക്ഷയുടെ യോഗ്യതകൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ജോബ് പ്രൊഫൈൽ എന്താണ്? സാലറി എന്താണ്? സാലറി അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 35,000 to 40,000 rupees ഇനീഷ്യലി സാലറി നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഒരു ജോലിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ജോലി എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, സെൻട്രലിൽ 8th പേ കമ്മീഷന്റെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശമ്പള പരിഷ്കരണം ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലി കൂടെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 SNT. ഇനി ജോബ് പ്രൊഫൈലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്യുപ്മെന്റ് മെയിൻ്റെനൻസ്, അസിസ്റ്റിംഗ് സീനിയേഴ്സ്, ഡോക്യുമെന്റേഷൻ, സേഫ്റ്റി കംപ്ലയൻസ്, ഇതെല്ലാമാണ് നിങ്ങളുടെ ജോബിനകത്ത് വരുന്നത്. ഒറ്റ വായനയിൽ ഞാൻ വായിച്ചു തീർത്തു. ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത് എവിടെയായിരിക്കും? സ്റ്റേഷൻസിലായിരിക്കും മിക്കവാറും. സ്റ്റേഷൻ അല്ലെങ്കിൽ സ്റ്റേഷൻ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിൽ. ഇപ്പം നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ, ഇപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെന്നൈ പോലുള്ള ഒരു വലിയൊരു നഗരത്തിന്റെ സെൻട്രലായിട്ടുള്ള ഒരു സ്റ്റേഷനിലാണ് നിങ്ങളെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ആ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട, ആ മേജർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും നിങ്ങളുടെ ജോലി വരുന്നത്. ഷിഫ്റ്റ് വൈസ് ജോലിയായിരിക്കും വരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇതല്ലാത്ത മേജർ ആയിട്ടുള്ള ഒരു സ്റ്റേഷനിലല്ല നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു 5-6 സ്റ്റേഷൻസിന്റെ ഇടയിലുള്ള ഒരു ക്വാർട്ടേഴ്സിൽ നിങ്ങളെ പ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്പോയിൻമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ വർക്ക് വരുന്നത്? ഒരുപാട് വർക്കിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, സിഗ്നൽ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 SNT-കാരുടെ ആവശ്യമുണ്ട്. സിഗ്നൽ നിങ്ങൾക്കറിയാം, ഒരു സ്റ്റേഷൻ എത്തനേക്കാൾ ഒരു കിലോമീറ്റർ മുന്നേ തൊട്ട് സിഗ്നൽസ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? സിഗ്നലിന്റെ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിന് കംപ്ലൈൻറ്റ് വന്നാൽ അതിൻ്റെ കംപ്ലൈൻറ്റ് മാറ്റുന്ന പരിപാടി, അതിൻ്റെ മെയിൻ്റെനൻസ്, റെഗുലർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്യുന്ന പരിപാടി. പിന്നെ പണ്ട് ട്രാക്ക് മാറ്റുന്നതിന് വേണ്ടി, ഇപ്പോൾ ഒരു ട്രെയിൻ ഒരു ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് ട്രാക്ക് മാറ്റി ഓടിക്കുന്നതിന് വേണ്ടി പണ്ട് പോയിന്റ്സ്മാൻമാർ ഒരു ലിവർ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അതിനൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്, അതിനുള്ള കൺട്രോളിംഗ് സിസ്റ്റം ഒക്കെ അവിടെ കിടപ്പുണ്ട്. ഈ കൺട്രോളിംഗ് പാനലിൻ്റെ മെയിൻ്റെനൻസ്, അതിൻ്റെ കംപ്ലൈൻറ്റുകൾ നോക്കുന്നതെല്ലാം ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 SNT-കാരാണ്. സ്റ്റേഷനകത്ത് നിങ്ങൾക്കറിയാം ഒരു കൺട്രോൾ പാനൽ ഉണ്ട്, അതിനകത്ത് കളർ കോഡും ബട്ടൺസും എല്ലാം, കുറേ ബട്ടണുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ്, അതിൻ്റെ എല്ലാ റിപ്പയറിങ്, അതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 SNT-കാരാണ്. നിങ്ങളുടെ താഴെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രൂപ്പ് D ലെവൽ 1 തസ്തികയിലുള്ള SNT സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അസിസ്റ്റന്റ് തസ്തികയിലുള്ള ആളുകൾ നിങ്ങളുടെ താഴെ ഉണ്ടായിരിക്കും. അവരായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ലേബർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് എന്ത് പണിയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നത് നിങ്ങളുടെ മുകളിൽ നിന്നുള്ള ആളുകളായിരിക്കും. നിങ്ങളുടെ തൊട്ട് മുകളിലെ പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. അതിനുശേഷം ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഈ പരീക്ഷയുടെ കൂടെ തന്നെ കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷയാണ്. ഡിപ്ലോമ ലെവൽ പോസ്റ്റ് ആണ്, ലെവൽ 5 പോസ്റ്റ് ആണ്. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ മുകളിൽ വരുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം. അതിൻ്റെ മുകളിൽ വരുന്നതാണ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റ്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റിന്റെ താഴെ വരുന്നതാണ് ഗ്രൂപ്പ് D. ഗ്രേഡ് 3യുടെ മുകളിൽ പ്രൊമോഷൻ പോസ്റ്റായിട്ട് വരുന്നതാണ് ഗ്രേഡ് 2. ഗ്രേഡ് 2ന്റെ മുകളിൽ വരുന്ന പോസ്റ്റാണ് ഗ്രേഡ് 1. ഗ്രേഡ് 1ലേക്കും ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അതിന്റെ മുകളിൽ വരുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ, അതിലേക്കും ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അതിന്റെ മുകളിൽ വരുന്നതാണ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എന്ന് പറയുന്നത്. നിങ്ങൾ ലീവ് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ മറ്റേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിന്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് 24 hour ഓപ്പൺ ആയിരിക്കേണ്ട അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കേണ്ട
ഒരു ഫോൺ നിങ്ങൾക്ക് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആ ഫോണിനകത്ത് അതിൻ്റെ റീചാർജ് എല്ലാ കാര്യങ്ങളും റെയിൽവേ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് സൈലൻറ്റിൽ ഇടാൻ പാടില്ല, വൈബ്രേഷനിൽ ഇടാൻ പാടില്ല, അതിൽ ഫുൾ ടൈം നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം. എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഓൺ ഡ്യൂട്ടി അവിടെ ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ജോബിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ജോബ് പ്രൊഫൈലാണ് ഇതിനകത്തുള്ളത്. എൻ്റെ സാലറി വരുന്നത് ഈ ഒരു എമൗണ്ട് ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 +2 ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ജോലി തന്നെയാണ് ഈ എക്സാം എന്ന് പറയുന്നത്. ഈ വരുന്ന ജൂൺ 29 അല്ലെങ്കിൽ 28, 29 ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാവുന്നതാണ്. ഇനി എക്സാമിൻ്റെ പാറ്റേണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരൊറ്റ ടെസ്റ്റേ ഉള്ളൂ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റ്, അത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. റെയിൽവേയുടെ ചരിത്രത്തിൽ നമ്മൾ റെയിൽവേ കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല കട്ട് ഓഫ് വരും, പഠിക്കാൻ അത്യാവശ്യം സിലബസ് ഉണ്ട്, പഠിക്കാൻ തന്നെ വേണം. അതെല്ലാ അർത്ഥത്തിലല്ല എളുപ്പമാണെന്ന് പറയാൻ കാരണം പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ എളുപ്പമാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3. കാരണം എന്താ, സിംഗിൾ സ്റ്റേജ് CBT ആണ്, ഒറ്റ CBT മാത്രമേ ഉള്ളൂ. മറ്റ് പരീക്ഷകൾ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. മറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ALP ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ALPയിൽ ഫസ്റ്റ് ടയർ എക്സാം ഉണ്ട്, സെക്കൻഡ് ടയർ എക്സാം ഉണ്ട്, CBAT ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊന്നും ഇവിടെ ഇല്ല. CBT കഴിഞ്ഞാൽ നേരെ DV പിന്നെ മെഡിക്കൽ, ആ രീതിയിലാണ് വരുന്നത്. ഇനി എക്സാമിൻ്റെ കാര്യത്തിൽ അപ്ലിക്കേഷൻ വിൻഡോ ജൂൺ 30 ലൈവ് ആയിരിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെയും ഫോളോ ചെയ്യാത്ത കുട്ടികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. റെയിൽവേയുടെ എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യതയോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു ചാനലാണ് സ്കോർ റെയിൽവേ മലയാളം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.